Hi friends, all of you welcome back to my YouTube channel. It's me AJITH'S ANASWARA. ഇന്ന് 9ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിന് വേണ്ടിയുള്ള 4th പാർട്ട് വീഡിയോ ആണ്. നമ്മൾ ബയോളജിയിലെ 2nd ചാപ്റ്റർ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയുടെ തൊട്ടു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടി വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. When food moves forward from duodenum, it gets mixed with the intestinal juice secreted by the glands in the small intestine. ആഹാരം ഡിയോഡിനത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്തരരസവുമായിട്ട് കൂടിച്ചേരുന്നു. ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് അഥവാ ആന്തരരസമാണ് ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അതായത് നമ്മുടെ ചെറുകുടൽ സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ഗ്രന്ഥികളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്, ആന്തരരസം ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ആഹാരം എന്തിലൂടെ കടന്ന് പക്വാസ്യം അല്ലെങ്കിൽ ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്തു കൂടി കടന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അത് എന്തുമായിട്ട് ഈ പറയുന്ന ആന്തരരസവുമായിട്ട് കൂടിക്കലരുന്നു. ഡിഫറെൻറ്റ് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. ഈ ആന്തരരസത്തിൽ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. സം ഓഫ് വിച്ച് കൺവെർട്ട് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് ഷുഗർ ഇൻടു സിംപ്ലർ ഫോം ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പോൾ ഈ ആന്തരരസത്തിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിൽ കാണപ്പെടുന്ന വിവിധ എൻസൈമുകൾ എന്ത് ചെയ്യുന്നു, മാൾട്ടോസ്, ലാക്ടോസ്, ഷുഗർ, മാൾട്ടോസും ലാക്ടോസ്, ഷുഗർ എന്നീ ഭാഗങ്ങളെ അതിൻ്റെ സിംപ്ലർ ഫോമിലേക്ക് മാറ്റുന്നു. ഗ്ലൂക്കോസ് എന്നും ഫ്രക്ടോസ് എന്നും ഗാലക്ടോസ് എന്നും അതിൻ്റെ സിംപ്ലർ ഫോമിലേക്ക് ലഘുഘടനയുള്ള പദാർത്ഥങ്ങളാക്കിയിട്ട് മാറ്റുന്നു. അനദർ സെറ്റ് ഓഫ് എൻസൈംസ് കൺവെർട്സ് പെപ്റ്റൈഡ്സ് ടു അമിനോ ആസിഡ്. ഇതിലെ മറ്റൊരു എൻസൈം, ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലെ അല്ലെങ്കിൽ ആന്തരരസത്തിലെ മറ്റൊരു എൻസൈം പെപ്റ്റൈഡിനെ അമിനോ ആസിഡുകളായും മാറ്റുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഒരു ടേബിളാണ്. ആ ടേബിൾ 2 പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ന്യൂട്രിയൻസ് സബ്ജക്റ്റ് ടു ഡൈജഷൻ എന്നും നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എൻഡ് പ്രോഡക്ട്സുമാണ്. നാം കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയൻസ് പോഷകഘടകങ്ങളും ഇനി അവസാനം അവ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് അവയുടെ എൻഡ് പ്രോഡക്റ്റ് എന്താകുന്നു എന്നുള്ളതുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റ്, ധാന്യം എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റ്, അതിൻ്റെ എൻഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് എന്താണ്? അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അതെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിങ്ങനെയാണ് മാറുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന സിമ്പിൾ ഫോമിലേക്ക് മാറുന്നു. സെക്കൻഡായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രോട്ടീനെ കുറിച്ചാണ്. ആ പ്രോട്ടീൻ അതിന് എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫാറ്റ് അഥവാ കൊഴുപ്പിനെ കുറിച്ചാണ്. നോക്കി, അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ്. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് വിച്ച് ഹാവ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഇൻടു ഈസിലി അബ്സോർബിൾ സിംപ്ലർ ഫോംസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നാം പഠിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ എന്ത് ചെയ്യുന്നു, അവ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ വേഗത്തിൽ, ഈസിലി ആയിട്ട്, എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സിംപ്ലർ ഫോം ആകുന്നത് എങ്ങനെയെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അബ്സോർപ്ഷൻ ബിഗിൻസ് എന്നതാണ്. ആഗിരണം ആരംഭിക്കുന്നു എന്നതാണ്.
The absorption of simple nutrients begins in the small intestine. ലളിതമായ പോഷകഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ നിന്നാണ്. How far is the structure of small intestine suitable for this? നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ചെറുകുടലിൻ്റെ ഘടന സ്ട്രക്ചർ എത്രമാത്രം ഇതിന് അനുയോജ്യമാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലൊരു പിക്ചർ കാണാം. അത് നമ്മുടെ വില്ലസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് സ്മാൾ ഇൻറ്റസ്റ്റൈനകത്ത് കാണപ്പെടുന്ന ചെറിയൊരു ഭാഗം. അതെന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ആ വില്ലസിൻ്റെ ചിത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്നത്. Villi are small finger-like projections seen in the walls of the intestine. അപ്പോൾ വില്ലൈ അല്ലെങ്കിൽ വില്ലസുകൾ എന്ന് പറയുന്നത് സ്മാൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. നമ്മൾ വിരലുകൾ പോലെയുള്ള തള്ളി നിൽക്കലുകളാണ് എവിടെ കാണപ്പെടുന്നത്? ഇൻ ദ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ കുടലിൽ കാണപ്പെടുന്ന ചെറുകുടലിൽ കാണപ്പെടുന്ന ചെറിയ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വില്ലസുകൾ എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ of nutrient to a great extent within the small intestine. ഈ വിരലുകൾ പോലെയുള്ള ഭാഗം അതിന് വിളിക്കുന്ന പേരെന്താണ്? വില്ലസുകൾ എന്നാണ്. ഈ വില്ലസുകൾ എന്ത് ചെയ്യുന്നു? ചെറുകുടലിനകത്തുള്ള അബ്സോർപ്ഷനെ ആഗിരണത്തിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുന്നതിന് കാരണമാകുന്നു. വില്ലൈ ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഈ വില്ലസുകൾ ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടവയാണ്. ദേ ആൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്ടിയൽസ്. ഇത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട് ഈ വില്ലസുകളിൽ? ഒന്ന് ബ്ലഡ് കാപ്പിലറീസ്, രക്തലോമികകളുണ്ട്. ആൻഡ് ലാക്ടിയൽസ്. എന്താണ് ലാക്ടിയൽസ് എന്ന് പറഞ്ഞാൽ? ദ ലിംബ് കാപ്പിലറീസ്. ലിംബ് ലോമികകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാക്ടിയലുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നു, വാട്ടർ സോല്യൂബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ലഘു പോഷകഘടകങ്ങൾ എവിടേക്ക് കലരുന്നു? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. യു ക്യാൻ അസ്യൂം വൈ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ നോട്ട് അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. എന്തുകൊണ്ടായിരിക്കാം ഗ്ലിസറോളും ഫാറ്റി ആസിഡും എന്നും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാത്തത്? അവ വാട്ടർ സോല്യൂബിളായിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻ്റ് അല്ലാത്തത് കൊണ്ട് അവ എന്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും? നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്റ്റിയിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് 90% ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ത്രൂ വില്ലൈ. ന്യൂട്രിയൻസിൻ്റെയും അതുപോലെ തന്നെ 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ വില്ലസുകൾ വഴിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് കാപ്പിലറീസിലൂടെയും ലാക്റ്റിയലിലൂടെയുമുള്ള അബ്സോർപ്ഷനെ കുറിച്ചാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് വില്ലസിൻ്റെ ചിത്രം കാണാൻ കഴിയും. നമ്മൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് എന്നു പറഞ്ഞു, വില്ലസുകളെന്ന് പറഞ്ഞു. ആ വില്ലസിൽ കാണപ്പെടുന്ന ബ്ലഡ് കാപ്പിലറീസിനെ കുറിച്ചും ലാക്റ്റിയിൽ നടക്കുന്ന അബ്സോർപ്ഷനെ കുറിച്ചുമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ബ്ലഡ് കാപ്പിലറീസ് പറയുമ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഈ ബ്ലഡ് കാപ്പിലറീസിലൂടെയാണ് രക്തലോമികൾ കൂടിയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും കൂടാതെ അമിനോ ആസിഡും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, ആഗിരണം ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ലാക്റ്റിയൽ അഥവാ ലിംഫ് കാപ്പിലറീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ടു ലിംഫ് ഓഫ് ലാക്റ്റിയൽ. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ ലാക്റ്റിയിലൂടെയാണ്. ചിത്രം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.